നമസ്കാരം. 20th അവറാണ്. നിഗൂഢതകളുടെ 20-ാം മണിക്കൂർ. മഴ പെയ്യുന്നു, വലിയ കാറ്റും. അപ്പോഴാണ് ആ പെൺകുട്ടി നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിലേക്ക് കയറി നിന്നത്. അവിടെ അവൾക്ക് നേരിടേണ്ടി വന്നത് കൂട്ടബലാത്സംഗമാണ്. ഇനി സ്ഥിരമായി പിന്തുടർന്ന് ശല്യപ്പെടുത്തുന്നവരെ ഇനി അത് വേണ്ട എന്ന് താക്കീത് ചെയ്തതിന് മറ്റൊരു പെൺകുട്ടി നേരിട്ടത് ക്രൂരമർദ്ദനവും. ഇതെല്ലാം നമുക്ക് ചുറ്റും നടക്കുന്നതാണ്. ഈ വാർത്തകളിലേക്ക് വിശദമായി എത്താം. സ്വാഗതം 20th അവറിലേക്ക്. മഴ നനയാതിരിക്കാൻ നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിൽ കയറിയ പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തു. 5 പേർ പിടിയിൽ. അവളുടെ ആരോഗ്യനില ഗുരുതരം. ഉത്തർപ്രദേശ് ലക്നൌവിലെ ആഷിയാന കോളനിയിൽ കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. 13 വയസ്സുകാരിയാണ് ഈ ക്രൂര പീഡനത്തിന് ഇരയായത്. കെയർ ഹോമിലെ ജോലി ചെയ്തിരുന്നു ആ പെൺകുട്ടി. അവൾ ആ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ വലിയ കാറ്റും മഴയും എത്തി. അങ്ങനെയാണ് ആ നിർമ്മാണം പൂർത്തിയാകാത്ത കെട്ടിടത്തിലേക്ക് അവൾ കയറിയത്. പെൺകുട്ടിയെ കണ്ട ആ പ്രതികളിൽ ഒരാൾ അവളെ ആ കെട്ടിടത്തിനുള്ളിലേക്ക് വലിച്ചിഴച്ചു. ആ പെൺകുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങിയതോടുകൂടി ആ കെട്ടിടത്തിൽ അവനൊപ്പമുള്ള മറ്റുള്ളവരും ഓടിയെത്തി അവളുടെ വായിൽ തുണി തിരുകി. കൈയും കാലും കെട്ടി. പിന്നീട് മർദ്ദനമായിരുന്നു. ഏറ്റവും ഒടുവിൽ എല്ലാവരും ചേർന്ന് ബലാത്സംഗം. ഈ പെൺകുട്ടി ജോലി നോക്കുന്ന കെയർ ഹോമിൽ അന്വേഷിച്ചപ്പോൾ അവിടെ നിന്നും ഇറങ്ങി എന്ന് വീട്ടുകാർക്ക് ബോധ്യപ്പെട്ടു. പക്ഷേ വീട്ടിലേക്ക് എത്തിയിട്ടുമില്ല. അങ്ങനെ വീട്ടുകാർ അന്വേഷിച്ചിറങ്ങിയതോടുകൂടിയാണ് ഈ ക്രൂര പീഡനത്തിന്റെ വിവരം പുറം ലോകം അറിയുന്നത്. നാട്ടുകാരും ആ പെൺകുട്ടിയെ തേടി തെരച്ചിലിനിറങ്ങി. അങ്ങനെയാണ് ആ കെട്ടിടത്തിന്റെ 3-ാം നിലയിൽ അവളെ അബോധാവസ്ഥയിൽ കണ്ടെത്തുന്നത്. നാട്ടുകാർ തന്നെയാണ് ആ പ്രതികളെയും കണ്ടെത്തി പിടികൂടുന്നത്. കെട്ടിടത്തിന് മുകളിലെ ഒരു വാട്ടർ ടാങ്ക്. ആ വാട്ടർ ടാങ്കിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ആ പ്രതികൾ. പോലീസ് എത്തി പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റി. സീതാപൂർ ജില്ലയിൽ നിന്നുമുള്ളവരാണ് ഈ പ്രതികൾ. പോലീസ് പറയുന്നത് പക്ഷേ മറ്റൊരു കഥയാണ്. പ്രതികൾ എന്ന് പറയുന്നവരിൽ ഒരാൾ മാത്രമാണ് യഥാർത്ഥത്തിൽ അവളെ പീഡിപ്പിച്ചതെന്നാണ് പോലീസിന്റെ ഭാഷ. പക്ഷെ പ്രദേശവാസികൾ ഈ വാദത്തെ എതിർക്കുന്നു. ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തുവെന്നും മറ്റുള്ളവർക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന അന്വേഷണം പുരോഗമിക്കുകയാണെന്നുമാണ് പോലീസിന്റെ വാദം. പെൺകുട്ടിക്ക് പ്രതിയുമായി നേരത്തെ പരിചയമുണ്ടെന്നും പോലീസ് നിഗമനം. आज रात्रि थाना आशियाना पर जरिए 112 सूचना मिली कि एक माइनर बच्ची है जिसके साथ दुष्कर्म की सूचना मिली। तत्काल पुलिस मौके पर पहुंची और जो मेन अभियुक्त है उसको चिन्हित कर लिया गया है। उसको हिरासत में लेकर पूछताछ की जा रही है। मौके का निरीक्षण फॉरेंसिक टीम के साथ किया जा रहा है। साक्ष्य संकलित किए जा रहे हैं। परिजनों से तहरीर ली जा रही है और अभी विधिक कार्रवाई पर चली है। അവളുടെ വീട്ടിലെ സാഹചര്യങ്ങൾ മൂലമാണ് 13 വയസ്സുകാരിക്ക് ജോലിക്ക് പോകേണ്ട അവസ്ഥ വന്നത്. വളരെ ദരിദ്ര കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി. അവളുടെ അച്ഛനും അമ്മയും വീട്ടുജോലി ചെയ്താണ് കുടുംബം പോറ്റുന്നത്. കുറച്ചുകൂടി വരുമാനം, അധിക വരുമാനത്തിന് വേണ്ടിയാണ് ആ പെൺകുട്ടിയെ അവർ കെയർ ഹോമിലേക്ക് അയച്ചിരുന്നത്. അന്ന് പതിവ് പോലെ ആ കെയർ ഹോമിലേക്ക് പോയതാണ് അവൻ. കെയർ ഹോമിലേക്ക് പോയി മടങ്ങും വഴിയാണ് കാലാവസ്ഥ പ്രതികൂലമായത്. അതൊരു പക്ഷേ അവളുടെ ജീവിതത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. ഇതാണെങ്കിൽ പെൺകുട്ടി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അബോധാവസ്ഥയിൽ കണ്ടെത്തിയ അവളുടെ ചികിത്സ തുടരുന്നു. പൂർണ്ണമായും അവൾ ആരോഗ്യനില വീണ്ടെടുത്തിട്ടില്ല. ആരോഗ്യനില വീണ്ടെടുത്ത ശേഷം കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് പോലീസ്. മണിപ്പാൽ അക്കാദമിയിൽ 2ാം വർഷ ബിടെക് വിദ്യാർത്ഥി
ഹോസ്റ്റലിന്റെ 9ാം നിലയിൽ നിന്നും ചാടി അവൻ ആത്മഹത്യ ചെയ്തു എന്നാണ് കോളേജ് അധികൃതർ അവന്റെ വീട്ടുകാരോട് പറയുന്നത്. കഴിഞ്ഞ ദിവസം അവന്റെ വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ വന്നു, വൈകിട്ട് 3:30 ഈ സംഭവം വിവരിച്ചുകൊണ്ടായിരുന്നു അവരുടെ ഫോൺ കോൾ. ഇത്തരത്തിൽ അപകടമുണ്ടായി, അവൻ കെട്ടിടത്തിന് മുകളിലേക്ക് ചാടിയെന്ന്. അരമണിക്കൂർ കഴിഞ്ഞില്ല, ഏതാണ്ട് 4 മണിയോടുകൂടി വീണ്ടും കോളെത്തി, തങ്ങളുടെ മകൻ മരിച്ചു എന്നറിയിച്ചുകൊണ്ട്. അവൻ ജീവനൊടുക്കേണ്ട ഒരു സാഹചര്യവും ഇല്ല എന്നാണ് ആ വിദ്യാർത്ഥിയുടെ അച്ഛൻ പറയുന്നത്. ആത്മഹത്യയാണെന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നതുപോലെ ആ വീട്ടുകാർ അങ്ങനെ സംശയിക്കുന്നു. ജനാല വഴി താഴേക്ക് ചാടിയെന്നാണ് കോളേജിൽ നിന്നും അറിയിച്ചത്. ഒരാൾക്ക് കയറാൻ പോലും കഴിയുന്നതല്ല ഹോസ്റ്റലിലെ ജനാലകളെന്ന് അവന്റെ വീട്ടുകാർ നേരിട്ട് കണ്ടറിഞ്ഞു. ശരീരത്തിൽ അത്രമാത്രം ഉയരത്തിൽ നിന്നും വീണതിന്റെ പാടുകൾ ഇല്ല എന്നും കുടുംബം പറയുന്നു. मुझे 3:30 बजे करीब फ़ोन आया कि आपका बच्चा 9th फ्लोर से गिर गया है। उसके बाद फिर 4 बजे करीब हॉस्पिटल से फ़ोन आया कि उसकी देहांत हो गई है। मैं 9:30 बजे फ़्लाइट लेकर के बेंगलोर मणिपाल एलंका हॉस्पिटल में आया। बॉडी मैंने देखा, बॉडी देखने से ये कहीं भी प्रतीत नहीं हो रहा है कि 9th फ्लोर से गिरा हुआ बच्चा है। फिर मैं कॉलेज में गया, कॉलेज में इन लोगों ने बोला कि खिड़की से बच्चा गिर गया है। खिड़की में कोई बच्चा उस टाइप का है कि उसमें कोई घुस ही नहीं सकता है, तो गिरने का प्रश्न ही नहीं उठता है। फिर मैं जहाँ बच्चा गिरा वहाँ नीचे गया, वहाँ देखा कि छोटा सा खून का खाली एक कतरा है। एक 21 साल का बच्चा गिरने पर छोटा सा खून हो ही नहीं सकता है, वो पूरा शरीर बॉडी छिन्न भिन्न हो जाएगा। ഹാജർ നില കുറവാണ് എന്നും അവന് മാർക്ക് കുറവാണെന്നുമൊക്കെ അധികൃതർ വാദിക്കുന്നുണ്ട്. പക്ഷേ അവന്റെ വീട്ടുകാർ പറയുന്നത് അങ്ങനെയല്ല. മോശമല്ലാത്ത മാർക്ക് അവനുണ്ട് എന്നതിന്റെ മാർക്ക് ലിസ്റ്റ് അവരുടെ കൈവശമുണ്ട് എന്നാണ് ആ അച്ഛൻ അഞ്ജനി കുമാർ മിശ്ര പറയുന്നത്. മാത്രമല്ല, ഈ ബംഗളൂരുവിലെത്തിയ ശേഷം മകന്റെ മരണം അറിഞ്ഞ ശേഷം ആ കോളേജിലെ ഹോസ്റ്റലിലെ CCTV ദൃശ്യങ്ങളും അയാൾ പരിശോധിച്ചു. അതിൽ ചില അസ്വാഭാവികതകൾ കണ്ടെത്തിയെന്നാണ് അച്ഛൻ പറയുന്നത്. 2 മുറികളിൽ പതിവില്ലാതെ അന്ന് ആൾക്കൂട്ടമുണ്ടായി. ആ മുറിയിൽ നടന്നത് എന്താണ്, അത് തന്നെയാണ് ആ മകന്റെ മരണത്തിന് കാരണമെന്നാണ് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നത്. കൊലപാതക ശേഷം അവർ ഒരുപക്ഷെ തന്റെ മകന്റെ മൃതദേഹം മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞതാകാമെന്നും അച്ഛൻ പറയുന്നു. मतलब परसों हमारी 5 बजे तक बात हुई है। वो बच्चा हंसते हुए बात कर रहा था। उसके बाद फिर मम्मी से 10 बजे करीब बात हुई है। बच्चा एकदम स्वस्थ था। ये लोग सुसाइड का एंगल बना रहे हैं। कोई अटेंडेंस दिखा रहा है कि हाँ अटेंडेंस इसका कम था इसलिए सुसाइड किया। कोई दिखा रहा है कि मार्क्स कम था इसलिए सुसाइड किया, जो कि मेरे पास मार्क्स की फ़ोटो कॉपी है, मार्क्स उसका ठीक ठाक है। मैं CC कैमरा देखा हूँ, वहाँ 1-2 रूम में उस दिन बहुत ज़्यादा गैदरिंग हम देख रहे हैं। हो सकता है कि उस गैदरिंग में कुछ ऐसी घटना घटी हुई है जिससे मेरे बच्चे को मौत हुई है, मेरे बच्चे को मार दिया है लोग और जानबूझ करके वहाँ फेंक दिया है लोग। मुझे इंसाफ चाहिए। ആ കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് എന്താണെങ്കിലും FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അവന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. എന്താണെങ്കിലും ആ 2ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുടെ മരണത്തിന് കാരണം അതെന്താണെന്ന് അറിയണം, തങ്ങൾക്ക് നീതി വേണം എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. അനധികൃത മണൽ ഖനനം ചോദ്യം ചെയ്ത ഫോറസ്റ്റ് ഗാർഡിനെ ട്രാക്ടർ കയറ്റി കൊന്ന് മണൽ മാഫിയ. ട്രാക്ടർ ദേഹത്ത് കൂടി കയറ്റിയിറക്കി. പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധം.
മധ്യപ്രദേശിലെ മൊറീന ജില്ലയിൽ ഇന്ന് പുലർച്ചെ 5:30-നും 6 മണിക്കും ഇടയിൽ നടന്ന സംഭവമാണ്. അനധികൃതമായിട്ട് മണൽ ഖനനം ചെയ്യുന്നത് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് ആ മണൽ മാഫിയയുടെ ട്രാക്ടർ ഇടിച്ച് ഫോറസ്റ്റ് ഗാർഡ് കൊല്ലപ്പെടുന്നത്. 35-കാരനായ ഹർകേഷ് ഗുർജറാണ് കൊല്ലപ്പെടുന്നത്. ദേശീയപാത 552 സമീപം റാൺപൂർ ഗ്രാമത്തിലാണ് ഈ അരുംകൊല. പെട്രോളിംഗ് സംഘത്തിനൊപ്പം ഹർകേഷ് അവിടെ എത്തുകയായിരുന്നു. അപ്പോഴാണ് അവിടെ ഐസാഘട്ടിൽ നിന്ന് ചമ്പൽ വഴി മണൽ കടത്തുന്ന മാഫിയയെ ഈ പെട്രോളിംഗ് സംഘം കണ്ടെത്തുന്നത്. ട്രോളി കെട്ടിയ ഒരു ട്രാക്ടർ അത് തടഞ്ഞപ്പോൾ ഈ ഫോറസ്റ്റ് ഗാർഡ് നേരെ വളരെ വേഗത്തിൽ ആ ട്രാക്ടർ ഡ്രൈവർ പാഞ്ഞെടുത്തു. എന്നിട്ട് ആ ഫോറസ്റ്റ് ഗാർഡിന്റെ ശരീരത്തിന് മുകളിലൂടെ അത് ഓടിച്ചു കയറ്റി. തൽക്ഷണം തന്നെ മരണം സംഭവിച്ചു. നിർത്താതെ ആ വാഹനവുമായി അയാൾ രക്ഷപ്പെട്ടു എന്നാണ് പോലീസ് പറയുന്നത്. थाना दिमनी के अंतर्गत रानपुर तिराहे की घटना बता रहे हैं कि अल सुबह लगभग 5:30 से 6 के बीच में जो फॉरेस्ट की टीम थी वो अपने बीट गश्त में थी, जिस दौरान उन्होंने एक अवैध रूप से रेत से भरे ट्रैक्टर को रोकने का प्रयास किया, जिसमें कि एक जो ट्रैक्टर था, ट्रैक्टर के द्वारा जो फॉरेस्ट के एक आरक्षक थे ऋषिकेश गुर्जर, उनको कुचल दिया गया तेजी से लापरवाहीपूर्वक चलाते हुए। उसमें पुलिस की टीम तत्काल सक्रिय हुई है और वरिष्ठ अधिकारी घटनास्थल पर पहुंचे हैं और जो मृतक हमारा जो फॉरेस्ट का साथी है उसके शव को पीएम के लिए जिला चिकित्सालय लाया गया है, जहां उसके पीएम की कार्रवाई की जा रही है और उसमें प्रकरण पंजीबद्ध किया जा रहा है विभिन्न धाराओं के तहत। और जो आरोपी हैं उनको भी आइडेंटिफाई किया है, बहुत जल्दी उनको भी गिरफ्त मिलेंगे। ട്രാക്ടർ ഡ്രൈവറെ ഇതുവരെ പോലീസിന് കണ്ടെത്താനോ പിടികൂടാനോ കഴിഞ്ഞിട്ടില്ല. പക്ഷേ നിർണായകമായിട്ടുള്ള ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുമുണ്ട്. ഈ കൊലപാതകം കഴിഞ്ഞ ഉടൻ തന്നെ ട്രാക്ടർ ഡ്രൈവറായിട്ടുള്ള വിനോദ് കോഹ്ലി ഒരു പെട്രോൾ പമ്പിലേക്ക് ട്രാക്ടറുമായി എത്തുന്നത് ആ ദൃശ്യങ്ങളിൽ കാണാം. പെട്രോൾ പമ്പിൽ എത്തി വളരെ വേഗത്തിൽ പോകുന്നതാണ് ദൃശ്യങ്ങൾ. ആ പെട്രോൾ പമ്പിലെ ആ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ആ ട്രാക്ടറും ആ ട്രാക്ടറിന് പിന്നിൽ ലോഡായി മണലുമുള്ളത്. എന്താണല്ലോ വിനോദ് കോഹ്ലി എന്ന ഡ്രൈവറുടെ ചിത്രങ്ങൾ കൃത്യമായി പതിഞ്ഞിട്ടുമുണ്ട്. ഈ വിനോദ് കോഹ്ലി എന്ന ഈ ട്രാക്ടർ ഡ്രൈവർക്കൊപ്പം ട്രാക്ടറിന്റെ ഉടമകളായിട്ടുള്ള സോനു ചൗഹാൻ, പവൻ തോമർ എന്നിവരുടെ പേരുകളാണ് എഫ്ഐആറിലുള്ളത്. ജാനക്പൂർ സ്വദേശിയായിട്ടുള്ള ഹർകേഷ് ഈ അടുത്ത ദിവസങ്ങളിലാണ് സ്വന്തം ജില്ലയിലേക്ക് ഫോറസ്റ്റ് ഗാർഡായി ട്രാൻസ്ഫർ കിട്ടി എത്തിയത്. എന്താണെങ്കിലും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞുവെന്നാണ് പറയുന്നത്. അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. സമയം പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ 20 മണിക്കൂർ. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.